ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓവണും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹണി കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഹണി കേക്കിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് പറയേണ്ടൊന്നും ആവശ്യമില്ല, കാരണം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ് ഹണി കേക്ക്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഓരോ സ്റ്റെപ്പും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കുറേ പേര് ഈ ഒരു റെസിപ്പി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഹണി കേക്ക് എങ്ങനെ ഓവനും ബീറ്ററൊന്നും ഇല്ലാണ്ട് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ അതുപോലെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഹണി കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു പാന് ചൂടാക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ബട്ടർ നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ട് അതിൽ നിന്നൊരു 90 ഗ്രാം ബട്ടർ മതിയാവും നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക്. അപ്പോൾ ഞാൻ അമൂൽ ബട്ടറാണ് എടുത്തിട്ടുള്ളത്, സോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 90 ഗ്രാം നല്ല കറക്റ്റായിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 90 ഗ്രാം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ 90 ഗ്രാം ബട്ടർ എടുത്തിട്ട് ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നത് കേട്ടോ. പിന്നെ ബട്ടർ വളരെ ചൂടുള്ള പാനിലേക്കൊന്നും ഇട്ട് കൊടുക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും, അപ്പോൾ അതിന് ടേസ്റ്റ് മൊത്തം മാറും. ഇനി ഇതിലേക്ക് ബട്ടർ മെൽറ്റ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാമിൻ്റെ തേനിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്കൊരു 125 ഗ്രാം തേനാണ് വേണ്ടത് കേട്ടോ, ഗ്രാമാണ് കേട്ടോ, 125 ഗ്രാം തേനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ പകുതി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് വലിയ ബോട്ടിലാണെങ്കിൽ ഏകദേശം നിങ്ങളതൊന്ന് എടുത്താൽ മതി, അത് കുറച്ച് കൂടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം എടുക്കാം. അപ്പോൾ ഞാൻ 125 ഗ്രാം തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഏത് തേന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ മെൽറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ തേന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ബട്ടർ പെട്ടെന്ന് മെൽറ്റ് ആവാത്തത്. പിന്നെ ബട്ടർ ആണെങ്കിൽ ഞാൻ ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അധികം സോഫ്റ്റ് ആയിട്ടില്ല, എന്നാലും വല്ലാണ്ട് തണുപ്പുള്ള ബട്ടർ അല്ല കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ബട്ടർ ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടറും തേനും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. എന്നിട്ടാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിമൊന്നും കൂട്ടി വെക്കരുത് കേട്ടോ, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. പിന്നെ ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കൈവിടാതെ മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് കുക്ക് ചെയ്യണം. അതിൽ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, 2 മിനിറ്റ് അത് കറക്റ്റായിട്ട് നോക്കുക. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, ആ ഒരു മിക്സ്ചർ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്നതായിട്ട് കാണാം. ഇത് തേന് കാരമൽ ആവുന്നതിൻ്റെ ആ ഒരു സ്റ്റേജാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു കളറിലായിട്ട് മാറും, തേനിൻ്റെ ആ സെയിം കളറിലായിട്ട് ഈ ഒരു മിക്സ്ചർ മാറും. അപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് മൊത്തം ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് അവിടെ ഇങ്ങനെ പുറത്തിരിക്കട്ടെ. എന്നിട്ട് വേണം അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ. ചൂടോട് കൂടിയിട്ടുള്ള മിക്സ്ചറിലേക്ക് നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ അതുപോലെ ഞാനിപ്പോൾ 4 ചെറിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് വലിയ മുട്ടയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 എടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മുട്ട ഇതുപോലെ വേറൊരു ബൗളിൽ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനും ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് ചൂടുള്ള മിക്സ്ചറല്ലേ. അപ്പോൾ ചെറിയ ചൂടുള്ള സമയത്താണ് നമ്മൾ ഈ മുട്ട ഇങ്ങനെ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു 3 മിനിറ്റ് പുറത്ത് വെച്ചോട്ടെ ഈ ഒരു നമ്മളിപ്പോൾ കാരമൽ ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ്ചർ കേട്ടോ. വല്ലാണ്ട് ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വല്ലാണ്ട് തണുപ്പാക്കിയിട്ടും ഇത് മിക്സ് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഒരു ഇളം ചൂട് വേണം നമ്മൾ മുട്ട ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഈ ഒരു കപ്പിൽ ഞാൻ 2 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പും കൂടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടി കേട്ടോ. അപ്പോൾ 2.5 കപ്പ് മൈദപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ അരിപ്പയിലൂടെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് മൈദപ്പൊടിയും കൂടി വേണം. അത് ഞാൻ എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് പറയാം. കാരണം നമ്മളിപ്പോൾ ഇതിലേക്ക് മൈദപ്പൊടി ഒരുപാടൊക്കെ ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവൺ ഇല്ലാണ്ടല്ല ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഹാർഡായി പോകും ഓരോ കേക്കിൻ്റെ ലെയറും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കിൻ്റെ ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കിൻ്റെ ലെയർ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു മിക്സ്ചർ ഈ ഒരു പരുവം മതി. വല്ലാണ്ട് മൈദപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഹാർഡാക്കി എടുക്കരുത്. എന്നിട്ട് ആ ഒരു മിക്സ്ചർ നമ്മളിതുപോലെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് ഈ ഒരു മിക്സ്ചർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ തൂവി കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കാം. ഈ സിൽവർ ഫോയിൽ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ട് തന്നെ നന്നായിട്ട് കവർ ചെയ്തിട്ട്, ഒരുപാട് നന്നായിട്ട് കവർ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് വെക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപാട് പൊടിയൊക്കെ ചേർത്തിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം മാവ് ഭയങ്കര ഹാർഡാവും. അപ്പോൾ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മാവ്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊന്ന് ആ ഒരു ഒട്ടി പിടിക്കുന്ന ആ ഒരു ടെക്സ്ചർ മാറിയിട്ടുണ്ട്. എന്നാലും വല്ലാണ്ട് മാറിയിട്ടില്ല. ഇനി നമ്മളിത് 1 കപ്പ് മൈദപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സൈഡ് സ്ക്രാപ്പ് ചെയ്യുന്ന കേക്കിന് സൈഡ് സ്ക്രാപ്പ് ചെയ്യുന്ന അത് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ ഫോയിലിൽ വെച്ചിട്ട് തന്നെ വേണം ചെയ്തെടുക്കാൻ. എന്നാലേ നമുക്കത് നന്നായിട്ട് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റിലോ അല്ലെങ്കിൽ ഏതിൽ വെച്ചിട്ടോ ചെയ്യുന്ന അവിടെയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പോൾ ഏകദേശം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ പൊടി ഇങ്ങനെ തൂവി കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മിക്സ്ചർ വെച്ചിട്ട് നമുക്കൊരു 7 8 നമുക്ക് ലെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 7 ബോൾസ് ആക്കിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. പിന്നെ നമ്മൾ സൈഡൊക്കെ റിമൂവ് ചെയ്യുമ്പം അത് ഒന്നുകൂടെ ഉണ്ടാവും. അപ്പോൾ ഇനി ഈ ബോൾസ് ഞാൻ അപ്പം തന്നെ പരത്തിയെടുക്കുകയാണ്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല ഹണി കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പരത്തിയെടുക്കുന്നതിന് മുമ്പ് നമ്മളിതുപോലെ ഒരു ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് പൊടി തൂവിയിട്ട് വേണം പരത്തിയെടുക്കാൻ കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഏതിൽ വെച്ചിട്ടാണോ പരത്തുന്നത് അവിടെ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബേക്കിംഗ് പേപ്പറിൻ്റെ മേലെ തന്നെ നമ്മൾ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പോയിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഏത് ആകൃതിയിലും വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാം. നമ്മളിത് ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ റൗണ്ട് സ്പ്രിംഗ് ഫോം വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു അടപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കിട്ടണമെങ്കിൽ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന മാവ് മാറ്റിയെടുക്കുക. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ആക്കി കൊടുക്കണം. എന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടുള്ളൂ കേട്ടോ. അത് വിട്ടുപോകരുത്. എന്നിട്ട് കുറച്ച് പൊടി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ നന്നായിട്ട് ഈ ബേക്കിംഗ് ഷീറ്റിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഒന്നുകൂടെ ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം.
ഈ ഹണി കേക്ക് ഉണ്ടാക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. സാധാരണ കേക്ക് ഉണ്ടാക്കിയ പലർക്കും അത് പൊങ്ങി വരുന്നില്ല, പല പ്രശ്നങ്ങളല്ലേ വരാറ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് സമയം പിടിക്കുന്നുണ്ട്, നമ്മൾ ഓരോന്ന് ബേക്ക് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് സമയം പിടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഹണി കേക്ക് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ തന്നെ. അപ്പോൾ ഇതാ ഞാൻ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ഓവൺ ഇല്ലാണ്ട് ബേക്ക് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കാൻ വെക്കുക. അതിൻ്റെ അകത്ത് ഞാൻ ഒരു പഴയൊരു ബേക്കിംഗ് ട്രേ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ പരത്തിയെടുത്തിട്ടുള്ള നമ്മുടെ ഓരോ ഷീറ്റും വെച്ച് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ പ്രീ ഹീറ്റ് ചെയ്യൽ വളരെ നിർബന്ധം കേട്ടോ. നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് നമ്മുടെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുള്ളത്. ഇനി ഇതൊരു അടപ്പ് വെച്ചിട്ട് അടച്ചെടുക്കുക. ഇത് നമുക്ക് ഓരോന്നും ഒരു 7 മിനിറ്റ്, കറക്റ്റ് 7 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ മതി. അതിൽ കൂടുതലാവരുത്. കൂടുതലായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവാണ്. നമ്മളിത് സ്ക്യൂർ വെച്ചിട്ട് കുത്തിയൊന്നും നോക്കൊണ്ടൊന്നും ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് മാറ്റാം. എന്നിട്ട് അടുത്തത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 എണ്ണം വെച്ചിട്ടൊക്കെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ചൂടോട് കൂടിയിട്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഈ ബട്ടർ പേപ്പറിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ പതുക്കെ വേണം ചെയ്യാൻ. നല്ല സോഫ്റ്റായിട്ടുണ്ടാവും കേക്ക്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ വേണം ചെയ്യാൻ. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മാറ്റിയാൽ മതിയാകും. പിന്നെ ചൂടാറാൻ നിൽക്കരുത് കേട്ടോ. ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവൻ ഇല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഹണി കേക്കിൻ്റെ ബേസ് ഇതേപോലെ ഓരോ ലെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ 2ാമത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. ഓരോന്നും എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അടുത്തത് വെച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് 7 മിനിറ്റ് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാം കൂടി കാണിക്കുന്നില്ല, നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആകും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ 2 എണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ലെയറും ചെയ്തെടുക്കുക കേട്ടോ. ലാസ്റ്റത്തെ ഒരു ലെയർ നമുക്ക് പൗഡറാക്കി എടുക്കാൻ വേണം. ഇനി ഞാനിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാൻ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. അതും നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ ഇത് വല്ലാണ്ട് തണുപ്പൊന്നുമില്ല. ഞാൻ ഫ്രീസറിൽ നിന്ന് കുറച്ച് നേരം താഴെ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അതുകൊണ്ട് ഞാൻ ഇതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 4 മിനിറ്റൊക്കെ നമ്മൾ ഇങ്ങനെ ബീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എപ്പോഴും നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യരുത്. കുറേശ്ശെ നിർത്തിയിട്ട് വേണം ബീറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഈ ക്രീമിൽ മധുരം ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്കിതിലേക്ക് മധുരം എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഹണി കേക്കിൻ്റെ എല്ലാ ലെയറും റെഡി ആയിട്ടുണ്ട്. 7 ലെയർ റെഡി ആയിട്ടുണ്ട്. ഒരു ലെയർ ഞാൻ അത് പൗഡറാക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഹണി കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് തണുത്ത പാൽ വേണം കേട്ടോ. തണുത്ത പാലെടുക്കുക. ചൂടുള്ള പാലല്ല, സാധാ തണുത്ത പാല്. വല്ലാണ്ട് തണുപ്പ് വേണമെന്നില്ല. എന്നിട്ട് ഓരോ ലെയറും നമുക്ക് ഈ പാലിലൊന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. വല്ലാണ്ട് ഡിപ്പ് ചെയ്യരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ക്രീം ഒന്ന് ഈ ഒരു ഇതിൽ ഒന്ന് നമ്മൾ ഏതിലാണോ ഈ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് അതിലൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ ലെയറും ഇങ്ങനെ വെച്ചിട്ട് കുറേശ്ശെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്നിങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം മുമ്പത്തെ വീഡിയോസിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ സൈഡിൽ ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും നമ്മൾ ക്രീമും ഈ പൗഡറും കേക്കിൻ്റെ പൗഡറൊക്കെ വെച്ച് കൊടുക്കുമ്പം നമ്മുടെ കേക്കിൻ്റെ സൈഡൊക്കെ വൃത്തികേടാവും. അല്ല, കേക്കിൻ്റെ നമ്മൾ ഈ ടേൺ ടേബിളിൻ്റെ സൈഡൊക്കെ വൃത്തികേടാവും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓരോ ലെയറും
വെച്ച് കൊടുക്കുക. അതിന് ഓരോ ലെയർ വെച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മൾ പാലിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ചൂടോട് കൂടിയിട്ട് ആണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് പാലിൽ മുക്കിയെടുക്കണ്ട. അങ്ങനെ വരുമ്പോൾ കേക്ക് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഈ ക്രീം ലെയർ ചെയ്യണമെന്നാണെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഈക്വലായിട്ട് തന്നെ നമുക്ക് ക്രീം ലെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഹണി കേക്കിന് നമുക്ക് ക്രീം ഓരോന്നും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം നമ്മളിതിൻ്റെ മുകളിൽ മൊത്തത്തിൽ ഈ കേക്കിൻ്റെ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ക്രീം വളരെ പെർഫെക്റ്റായിട്ട് വരണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, മാക്സിമം ലെവൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ സൈഡിലും ഒന്ന് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതും നിർബന്ധമില്ല, മാക്സിമം പറ്റുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് ഈ കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ക്രീം സ്പ്രെഡ് ചെയ്യാൻ അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കേക്ക് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു കേക്കിൻ്റെ ലെയർ എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അതിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ ക്രീം തേച്ചിട്ടുള്ള കേക്കിൻ്റെ മുകളിൽ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പലരും വിചാരിക്കുന്നത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര നീറ്റായിട്ടായിരിക്കും ആവുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ സൈഡിലൊക്കെ അത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായാലും സൈഡിലും ആവും, താഴേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് പൗഡറല്ലേ, കേക്കിൻ്റെ പൗഡറല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതിലും ബുദ്ധിമുട്ടാണ് ഇതുപോലെ ഇങ്ങനെ പൗഡറൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പം മൊത്തത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തില്ലേ, അത് എടുത്ത് മാറ്റുക. പതുക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ കണ്ടോ, സൈഡിലൊക്കെ കുറേയൊക്കെ നമുക്ക് ക്ലീൻ ആക്കാണ്ട് രക്ഷപ്പെട്ടു ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ടേൺ ടേബിളും അതുപോലെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതുപോലെ ഹണി കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്യരുത്. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത ശേഷം കുറച്ച് നേരം, 1 മണിക്കൂറൊക്കെ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേക്ക്. എന്നാലേ ഏതൊരു കേക്കാണെങ്കിലും എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഉടനെ ഇത് കട്ട് ചെയ്യാണ്. നമുക്ക് വീഡിയോ എടുത്തപ്പോൾ കുറച്ച് നേരം വൈകിപ്പോയി. അപ്പം കൂടുതൽ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഓരോ ലെയറും ഇങ്ങനെ വിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഹണി കേക്ക്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹണി കേക്ക് റെഡി ആയിട്ടുണ്ട്. ആ കേക്കിൻ്റെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആണെന്ന്. ഞാൻ ഡെക്കറേഷൻ കുറച്ചൊന്ന് വിട്ടുപോയി, ചെറി വെക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് വെച്ചത്, കട്ട് ചെയ്തതിന് ശേഷമാണ് വെച്ചത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ക്രീമൊന്നും നന്നായിട്ട് സെറ്റായിട്ടില്ല. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാ നമ്മുടെ ഹണി കേക്ക്, നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഹണി കേക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.